നമ്മളങ്ങോട്ട് പൊരിക്കല്ലേ തകർക്കല്ലേ എവിടെയൊക്കെ കൊണ്ടിട്ട് അടിക്കാം. നമസ്കാരമുണ്ട്. അപ്പോ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇന്ന് വന്നിരിക്കുന്ന കണ്ടോ, തരണീമണികളും നല്ല ചുള്ളൻ ചക്കന്മാരുടെ ഇടയിലേക്കാ നമ്മുടെ ചിന്മയ മിഷൻ കോളേജിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഇന്ന് ആർപ്പോട് ആർപ്പ. അപ്പം ഇങ്ങോട്ട് തകർക്കുവാണ്. ആർപ്പ് അപ്പൊ അപ്പൊ നമ്മളങ്ങോട്ട് പൊരിക്കല്ലേ തകർക്കല്ലേ അങ്ങോട്ട് തിമിർക്കല്ലേ. അപ്പൊ നമ്മളങ്ങോട്ട് നടക്കാൻ ഉഷാറാക്കിട്ട്. നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്താണാവോ? ഹസീന. ഹസീന എവിടെന്നാ വരണേ? വളരിന്നാണ് വരണേ. ഓണത്തിന്റെ ഭക്ഷണമൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചു. ഫുഡാ കഴിച്ചേ? ബിരിയാണിയാ. ക്യാമറ അങ്ങോട്ട് നോക്കിയേ. അപ്പോ നോമിനൊരു പാട്ട് പാടി തന്നെ രണ്ടുപേര്. പാട്ടോ? ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കേ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാർക്കും മുട്ടില്ലാതാനും. നന്നായിരിക്കണു കേട്ടോ. അപ്പോ പാട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ. പാട്ടുകാരൊക്കെ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരറ്റത്തൊന്നും അങ്ങോട്ട് തുടങ്ങാം. എന്താ പേര്? ദേവനന്ദിനി. ദേവനന്ദിനി എവിടെന്നാ വരണേ? ആലപ്പാട്. ജ്യോതി. എവിടെന്നാ വരണേ? പാഞ്ഞാള്. ആലപ്പാട് പാഞ്ഞാള്. എവിടെന്നാ വരണേ? കലകപുത്തൂര്. അർച്ചന. പാഞ്ഞാള്. എങ്ങനെയുണ്ട് ഓണാഘോഷം? ഹാപ്പി ഓണം.
ഉള്ളിൽ കയറിക്കോ. ആ കയറിക്കോ. മുളവരിടില്ല. കയറിക്കോ. കയറിക്കോ. അല്ലെങ്കിൽ ഫ്രെയിം ഉണ്ടാവില്ല. നിങ്ങളുള്ള ഫ്രെയിം നമുക്ക് ഇല്ല. ആ ചെല്ല് നടന്നു വട്ടട്. വട്ടോ. എവിടെയൊക്കെ കൊണ്ടിട്ട് അടിക്കുക. അവിടെ ചട്ടി, ഇവിടെ കല, അവിടെ ആളടിക്കുന്ന.
അരപ്പ് പോരാ, പോരാ പോരാ. നോമ അങ്ങനെ ഈ കോളേജിലേക്ക് വന്നപ്പോ നമ്മുടെ ചങ്കുകളൊക്കെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കണു. ഓണം ഗംഭീരായിരിക്കണു. എല്ലാവരും നല്ല ഓണക്കോടിയൊക്കെ കൊടുത്ത് വന്ന് നല്ല സംഭവം കളറായിരിക്കണു. അപ്പോൾ ഓണത്തിന് മുന്നേ നമ്മൾ ഇവിടുന്ന് ഓണാഘോഷം തുടങ്ങി. ആർക്കെന്തോ ഒരു ഉഷാറില്ലാത്ത ഒരു ആർപ്പം കൊണ്ട് പഠിച്ചേ. അരപ്പ് ഒന്നോടെ അങ്ങോട്ട് പഠിക്ക. അരപ്പ് യഥാർത്ഥത്തില് ഈ കേരളത്തിലെ ഇതൊക്കെ തന്നെയാണ് നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ എല്ലാവരും മനസ്സ് നിറഞ്ഞ ദിവസമാണിന്ന്. നമ്മുടെ കോളേജിലെ അധ്യാപകരും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതുപോലെ പൂക്കളൊക്കെ ഇട്ട് ഒപ്പം നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് വന്ന് ഓണക്കോടിയൊക്കെ കൊടുത്ത് വന്ന് നല്ല നല്ല കളികളിലൊക്കെ ഏർപ്പെട്ട് മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു ഓണക്കാലം ഐശ്വര്യ സമ്പൂർണമായി തീരട്ടെ, സന്തോഷമായി തീരട്ടെ. പഠിച്ചു വളരുന്ന പുതിയ തലമുറയാണ്. അപ്പോൾ ആ പഠിച്ചു വളരുന്ന പുതിയ തലമുറയോട് നോമിന് പറയാനുള്ളത്, കാലം ഒരു വല്ലാത്ത കാലമാണ്, അതും കൂടെ ഓർക്കുക. അപ്പോൾ കാലത്തിൽ നമ്മൾ തെറ്റിപ്പോവാതെ നല്ല രീതിയിലൊക്കെ നടക്കാനായിട്ട് ശ്രമിക്കുക. ഓണത്തെ പോലെയുള്ള ആഘോഷങ്ങളൊക്കെ ഒത്തൊരുമയാണ്, അത് ഒരുമിച്ച് ആഘോഷിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമോടെ ഒന്നങ്ങോട്ട് ആർപ്പം വിളിച്ചാലോ? എന്താ ഒരു ഉഷാറില്ലാത്തെ? ആർപ്പ്. അപ്പോൾ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് നന്ദി പറയുകയാണ്. എല്ലാവിധ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ എല്ലാവർക്കും ലഭിക്കട്ടെ. TCBയുടെ ഫൺ വിത്ത് മാവേലിയോടൊപ്പമാണ് ഇത്രയും മണിക്കൂർ നിങ്ങളെ ചെലവഴിച്ച് അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഓരോ അധ്യാപകർക്കും പ്രിൻസിപ്പലിനൊക്കെ TCBയുടെ ഫൺ വിത്ത് മാവേലിയുടെ വക ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് നന്ദി പറയുന്നു, ഓണാശംസ നേരുന്നു. അപ്പോ ഹാപ്പി അങ്ങനെ മനസ്സ് നിറഞ്ഞിരിക്കണു. വേറൊന്നുമല്ല, ഈ ഓണക്കാലം നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടാ പോകുന്നത്. അല്ലെങ്കിലും നമ്മുടെ കോളേജിലെ കുട്ടികൾ അങ്ങനെ മോശമല്ല, ഉഷാറാണ്. എല്ലാവരും മിടുക്കന്മാരാ. പഠിക്കാനാണെങ്കിലും വടം വലിക്കാനാണെങ്കിലും കണ്ടോ, ഇത് മുഴുവൻ നോമിനെ കൊണ്ട് ചോമിപ്പിച്ചു. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ടോ, എന്നിട്ടൊക്കെ കഴിക്കണട്ടോ. അപ്പോ നോമിന് ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഒരുക്കി തന്ന നമ്മുടെ പ്രിൻസിപ്പലിന് നന്ദിയുണ്ട്. അങ്ങനെ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇന്ന് ചിന്മയ കോളേജിൽ വന്നത്. നമ്മുടെ മിടുക്കികളും എല്ലാവരും നമ്മളെ സ്വീകരിച്ചു. നമ്മുടെ അധ്യാപകരാണെങ്കിലും എല്ലാവരും മനസ്സ് നിറഞ്ഞിട്ടാണ് നോം പോകുന്നത്. അപ്പോൾ വിറങ്കയുടെ പോകുന്നില്ല, നോം പാതാളത്തിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയൊരു സമ്മാനം സാറിന് അങ്ങോട്ട് കൊടുക്കുക. ആ സമ്മാനം എവിടെ പോയി സമ്മാനം? ആ സാറിന് സമ്മാനം കൊടുക്കുമ്പോ കൈയടിക്കണ്ടേ? ആ അപ്പോ നമ്മുടെ പള്ളിക്കുളം റോഡിലുള്ള, തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം കൂടെ കൊടുക്കുകയാണ്. ഈ വർഷം അനുഗ്രഹമായി തീരട്ടെ. സന്തോഷായോ? സന്തോഷമായി. നമ്മുടെ ഈ ഒരു ഇത്രോ സമയം നമുക്കിവിടെ ചെലവഴിക്കാൻ സാധിച്ചതിന് നോം സന്തോഷമായിട്ടാണ് പോകുന്നത്. നോം വന്നപ്പോ മാഷും മനസ്സ് നിറഞ്ഞോ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ കോളേജിന്റെ വകയായിട്ട് ഒരു ഹാപ്പി ഓണാണ് പറഞ്ഞോ. നല്ല സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഓണം ആശംസിക്കണു. എല്ലാവർക്കും
നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. പൺവിത്ത് മാവേലി വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ വന്നു, ഇവിടെ നിന്ന് തൽക്കാലം വിട നൽകി വേറൊരു സ്ഥലത്തിട്ട് പോണു. അടുത്ത വർഷം വീണ്ടും വരാമെന്നൊരു ഉറപ്പും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ അങ്ങോട്ട് വിളിച്ചോളുക. എവിടെയെങ്കിലേക്കൊക്കെ മാവേലി വരണമെന്നും സമ്മാനം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നോ. ഒരുപാട് സ്ഥലത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. നോമൻ അങ്ങനെ എത്താൻ പറ്റണില്ല, എന്നാലും പറ്റണ സ്ഥലത്തൊക്കെ എത്തുന്നുണ്ട്. അപ്പം നീട്ടണില്ല. പരിശുദ്ധ സ്വർണത്തിന്റെ തിളക്കവുമായി ഉടൻ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നു സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്. ആശംസകളോടെ TJKC, MFTC, NITC ആൻഡ് ഫാംകോ. ആക്ഷൻ. ജെന്യുവൻ ആയിരിക്കണം, വിശ്വസിക്കാനും പറ്റണം. കട്ട് കട്ട് കട്ട്. ഇവിടെ ആക്ഷൻ പറഞ്ഞത് കേട്ടോ? സോറി സർ. എന്താ കല്യാണ ആലോചന ആയിരുന്നോ? അത്യാവശ്യത്തിന് സ്വർണം പണയം വെക്കാനാ. വിശ്വസിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കുക. അതായിരുന്നോ? എങ്കിൽ വിശ്വാസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പിന്നെ ഉറപ്പും വേണം. NTC ഫൈനാൻസ് പോലെ ജെന്യുവൻ ആണ്, ഗോൾഡും സേഫ്. NTC ഫൈനാൻസ്, ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. തമിഴ് തമിഴ് നാം പേசுற തമിഴ് കറക്റ്റാ? കറക്റ്റാന്ന്. എന്റെ പൊന്നെ, കറക്റ്റാന്ന്. നമ്മളങ്ങനെ ഒപ്പിച്ചു വിടുകയാണ്. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടിയൊടുത്തല്ലോ, ഉണ്ണി ചാടി മറഞ്ഞല്ലോ. വിഘ്നേശ തവ ചരണം, സിദ്ധി വിനായക തവ ചരണം. ആയിരിക്കണം, തൊട്ടോളൂ. മാവേലിനെ ഒന്ന് തൊടണമെന്ന് ആഗ്രഹം കൊണ്ട് ഒരു പഞ്ചാര, എന്താ പേര്? ദേവനന്ദ. ദേവനന്ദ ഓടി വന്നിരിക്കുകയാണ്. ദേവനന്ദന്റെ വീട് എവിടെയാ? അരിമ്പൂര്. കണ്ടോ, മാവേലിനെ തൊട്ടു, സന്തോഷായി. കിരീടം തൊട്ടോ? ഇനിയുണ്ട്, തൊട്ടപ്പോ സന്തോഷായോ? പറയ്. എവിടെ വീട്? അരിമ്പൂര്. അരിമ്പൂര്. അപ്പോ എന്നാണ്ട് ഓണത്തിന്റെ വിശേഷങ്ങൾ? നല്ല വിശേഷം, ഇങ്ങനെ പോണു. ഓണത് ഇന്ന് രണ്ടാം അത്തം കഴിഞ്ഞു, ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് ആഘോഷിക്കണ്. അപ്പൊ ഉണ്ണിനും കൊണ്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ സന്തോഷായിട്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും ഓണം അടിച്ച് തകർക്ക. ഇവിടെ രണ്ടുപേരെന്ന്, എന്താ പേര്? വൈകാലക്ഷ്മി. വൈകാലക്ഷ്മിയുടെ കൂടെ വന്നവർ ഇങ്ങോട്ട് വിളിച്ചേക്കട്ടെ, ചോദിക്കട്ടെ അങ്ങോട്ട്. എല്ലാരും ഇങ്ങോട്ട് വന്നേ. ഹാപ്പി ഓണം. എന്താ പേര്? ഫാത്തിമ. വൈകാലക്ഷ്മി. രണ്ടുപേരും പാട്ട് മാവേലിക്കോട് പാടി തന്നെ. അറിയണ പാട്ട്? മാവേലിക്ക് എന്താ പാടാ? പാട്ടങ്ങോട്ട് പാടിക്കോ, ഇഷ്ടമുള്ള പാട്ട്. അങ്ങനൊന്നും അറിയില്ല, എന്നാലും ഞാൻ പാടി. അറിയാവുന്ന രീതിയിൽ പാടിക്കോ. മാവേലി നാടി വനിതും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അത്രയ്ക്ക് അറിയുള്ളൂ, സാരിയില്ല. നല്ല പാട്ടാണ്, നല്ല സന്തോഷമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കൂടെ നമ്മളെ കാണുമ്പോൾ കണ്ടോ ഓടി ഓരോരുത്തർ വരണു, തൊട്ട് നോക്കുന്നു, കിരീടം തൊടുന്നു. കേട്ടോ, ഈ മിടിക്കൊക്കെ ഒത്തിരി സന്തോഷമായി. അവൾക്കറിയാവുന്ന രീതിയിൽ ആ കുഞ്ഞു പാടി. അപ്പം നമ്മൾ വെറുതെ വിടുന്നില്ല. മനിക ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം ദേവനന്ദ അല്ലേ? വൈകാലക്ഷ്മി. ഒരുപാട് പേരിങ്ങനെ കേൾക്കണായിരുന്നു, തോമനം മറന്നു. പിടിച്ചോ, രണ്ടുപേരോടെ പിടിച്ചോ. സന്തോഷമായോ? സന്തോഷായി. ഹാപ്പി ആയോ? ഹാപ്പി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ നോം അങ്ങനെ ഇങ്ങോട്ട് വരിക, ഇത്ര ഓടണേ. എന്തുണ്ട് വിശേഷം? ഓണം എവിടെ വരെയായി? ഓണം ഇപ്പോൾ അത്തം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അത്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാം ദിവസമായി. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉഷാറാണ്. ഉഷാറാണ്. ഈ പ്രാവശ്യം എവിടേക്കാണ് പോണ? വല്ല പരിപാടിക്ക് ഉണ്ടോ? പരിപാടി പുറത്തേക്ക് പോകാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതല്ലേ, ബോണസ് കിട്ടണം. റിഷാന ഫെബിൻ. റിഷാന ഫെബിൻ. പേര്? മുഹമ്മദ് ഷമീം. എവിടെ നിന്ന് വരണേ? പട്ടാമ്പി. പട്ടാമ്പി. എങ്ങനെയുണ്ടാ ഓണത്തിന്റെ ഒരുക്കം? കുഴപ്പമില്ല. അപ്പോൾ റിഷാന ഒരു പാട്ട് പാടി തന്നെ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടിയൊടുത്തല്ലോ, ഉണ്ണി ചാടി മറഞ്ഞല്ലോ. കൂട്ടുകാരെ വരുന്നില്ലേ തീർക്കാൻ, ഉണ്ണി വരുന്നില്ലേ കുഞ്ഞി പന്ത് കളിച്ചിടാം. കൊള്ളാലോ, നല്ല പാട്ടാണല്ലോ. പാടാനറിയോ? ഒരു പാട്ട് പാടിക്കേ. അറിയില്ല, എന്തെങ്കിലുമൊക്കെ പാടാ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, ഉണ്ണി
ചാടി മറഞ്ഞല്ലോ നീ കൊടിയേറിട്ടല്ലോ. എന്തായാലും ആവട്ടെ, അവൻ ചാടി മറിയട്ടെ അല്ലേ. പിള്ളേരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അല്ലേ. അപ്പോൾ ഓണത്തിന്റെ ഒരുക്കവും സന്തോഷവും ഒക്കെ അല്ലേ. അതെ അതെ അതെ, അപ്പോൾ അങ്ങനെ ഉഷാറാവട്ടെ. ഉഷാറാവട്ടെ. എല്ലാവിധ ഓണാശംസകളൊക്കെ ഞങ്ങൾ നേരുവാണ് ഓക്കെ. കേട്ടോ. അപ്പോൾ വെറുതെ നമ്മൾ വിടുന്നില്ല, ഒരു സമ്മാനം അങ്ങോട്ട് തരാം. എന്തായാലും പാട്ടൊക്കെ പാടിയതല്ലേ. നമ്മുടെ തൃശ്ശൂർ പള്ളിക്കളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഒരു ഇടിവെട്ട് സമ്മാനം അങ്ങോട്ട് വാങ്ങിക്കൊള്ളുക. നമ്മൾ TCBയുടെ ഫൺ വിത്ത് മാവേലിയുടെ ഒപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ വളരെയാണ്. അപ്പോൾ TCBയുടെ സ്വന്തം ആൾക്കാരാണ്. ആൾക്കാർ തന്നെ. അപ്പോൾ സന്തോഷമായോ? ആ സന്തോഷായി. ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ. ഹാപ്പി ഓണം. ഒരു ജീവനില്ലാത്ത പോലെയാണല്ലോ, ഉറക്കെ പറയേ. ഹാപ്പി ഓണം. നോം എത്തിയിരിക്കണു, നിങ്ങളെ കാണാനാണ് എത്തിയിരിക്കണം. ആരും ഓർഡർ ചെയ്തിട്ടോ. നോം ഇങ്ങനെ നടന്ന് തൃശ്ശൂരിൻ്റെ നടുക്ക് ഇങ്ങനെ എത്തി. നമസ്കാരമുണ്ട്. നമസ്കാരം. എങ്ങനെയാണ് നോമിനെ കാണുമ്പോൾ ഓടുന്നത്? എന്താ ആകെ 10 ദിവസം മാത്രമേ ഈ പാതാളത്തിൽ നിന്ന് വരണുള്ളൂ. ഈ കാണുമ്പോഴത്തേക്കും പേരെന്താ? സന്തോഷം കൊണ്ടാണേ. നിന്റെ പേരെന്താ? സായൂജ്. അതാരാ? അത് അമ്മയാണോ? അല്ല, എൻ്റെ അമ്മയുടെ ഫ്രണ്ട്. അമ്മയുടെ ഫ്രണ്ടിന്റെ പേരെന്താ? സുമിനി. അങ്ങനെയെങ്കിലും അറിഞ്ഞൂലോ. ദിവ്യ, ഷൈനി, സരിത, സുമിഷ. എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങളായോണ്ടിരിക്കണം. എവിടെ നിന്ന് വരണ എല്ലാവരും? ഞങ്ങൾ മുണ്ടത്തിയോട്. ഞാൻ എന്താ ചെയ്യണേ? ഒരു ഫൈനാൻസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിച്ചു കേട്ടോ. ഓക്കെ എന്നൊക്കെ പഠിച്ചു. നന്നായി പുരോഗമനായി അല്ല, മൊത്തം ഒരു പുരോഗമനായി. എങ്ങനെയായി ഓണത്തിന്റെ ഒരുക്കം? ഓണം നല്ല രീതിയിൽ പോണു. നന്നായി പോണു. ഓണക്കോടിയൊക്കെ വാങ്ങിയോ? കഷ്ടപ്പാടാണോ ഓണക്കോടി വാങ്ങാനാ? അപ്പോൾ എങ്ങനെയാണ് ഓണത്തിന്റെ ഒരുക്കം? ഒരുക്കല്ലേ, പ്രാവശ്യം ഓണമില്ല. എന്താ പറ്റിയേ? അച്ഛൻ മരിച്ചിട്ടിരിക്കാൻ പോണില്ല. ഈ പ്രാവശ്യം ഓണം ഇല്ല. കഴിഞ്ഞ വർഷമൊക്കെ ഓണം ആഘോഷിച്ചോ? കഴിഞ്ഞ വർഷമൊക്കെ ആഘോഷിച്ചു. അപ്പോൾ അടുത്ത വർഷം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം കേട്ടോ. ഇവരെന്താണ് നമ്മളെ കാണുമ്പോൾ ഓടുന്നത്? നമ്മളെ കന്നഡ വെച്ച് വന്നിട്ടാണോ? അത് ഫ്രീക്കാണ്, ഫ്രീക്ക. പുതിയൊരു സ്റ്റൈലില്. ഹാപ്പി ഓണം. നമസ്കാരം. എവിടെ നിന്ന് പറഞ്ഞേ? പുത്തൂര്. അപ്പോൾ എങ്ങനെയാണ് ഓണാഘോഷം? കിടക്കണോ? ഓണക്കോടിയൊക്കെ വാങ്ങിയോ? വാങ്ങിയിട്ടില്ല. എന്ത് പറ്റിയ നേരം വൈകിലോ? അല്ല, എല്ലാതും ഒക്കണ്ടേ, സമയം വേണ്ടേ? പേരെന്താണോ? ജയാനന്ദ്. ജയനോ? ജയാനന്ദ്. നല്ല പേരാണല്ലോ. കണ്ടിട്ടൊരു പാട്ട് പാടുന്ന ആളാണല്ലോ. നോമിനൊരു പാട്ട് പാടി തന്നേ. അങ്ങനെ ആയിക്കോട്ടെ. മേലേ മേലേ മാനം മാനം നീലേ മഞ്ഞിൽ കൂടാരം അതിലാരോ വരാരോ നിലദീപം ചേർക്കുന്നു. മേലെ മേലെ മാനം മാനം നീലെ മഞ്ഞിൽ കൂടാരം അതിലാരോ വരാരോ നിലദീപം ചേർത്തുന്നു. നന്നായിരിക്കണം കേട്ടോ. നല്ല പാട്ടായിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഓണത്തിന് ഓണക്കോട്ടയൊക്കെ എടുത്ത് ഓണം അങ്ങോട്ട് കളറാവട്ടെ. ആയിക്കോട്ടെ കേട്ടോ. എന്താ ചെയ്യുന്നേ? ഇല്ലേ, ഹൗസ് വൈഫ്. ഹൗസ് വൈഫാണോ? മോൻ പഠിക്കുവാണോ? അതെ. എത്രയിലാണ്? 9. അപ്പോൾ നന്നായിട്ടൊക്കെ പഠിക്കുക, ഉഷാറാവട്ടെ കേട്ടോ. ഹാപ്പി ഓണം. അപ്പോൾ ഇതാരൊക്കെയാ വന്നിരിക്കണത്? എന്താ പേര്? എൻ്റെ അമ്മോ മനസ്സിലാവണില്ല. എന്താ പേര്? അയറാമറിയം. നല്ല പേരാണല്ലോ. പേരെന്താണാവോ? നല്ല പേര്. എന്താ എവിടെ നിന്നാണ് വരണേ? തൃശ്ശൂർ തൃശ്ശൂരുകാരനാണ്. അതെ അതെ. പേര്? അന്ന. ജോൺസൺ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ എവിടെ വരെയായി ഈ ഓണത്തിൻ്റെ? ഒരുക്കങ്ങൾ ഇതിപ്പോൾ ആയിക്കൊണ്ടിരിക്കണു. തൃശ്ശൂർക്കാർക്കാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ വയനാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം അങ്ങനെ കാര്യമായിട്ട് ആഘോഷിക്കുന്നില്ല. പിന്നെ കുട്ടികളുടെ സ്കൂളിലും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ്. അടുത്ത ആഴ്ച കൂടി അവർ ക്ലാസ് കഴിയും. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്ന് എല്ലാവരും കാണാൻ വന്നു. അപ്പോൾ അപ്പോഴാണ് മാവേലി വന്നിരിക്കുന്നത്. ഇന്നലെ എത്തി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യണേ? ഞാൻ പോളി ക്ലിനിക്കിൽ ലാബ് ടെക്നീഷ്യനായിട്ട്. ശരി. എന്താണാവോ? അല്ല, ഹൗസ് വൈഫ്. അപ്പോൾ ഹലോ, ഇങ്ങോട്ട് നോക്കുക, ഇവിടെ നോക്കുക. എന്നാ ഉണ്ട് വിശേഷം? ആണോ? ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സൂപ്പറായിട്ടുണ്ട്. കണ്ടോ, അവൻ ഓടി വന്ന് പാട്ട് പാടിക്കോട്ട്. കൈ
ഒരു കുട്ടി കൈ കണ്ടോ ഒരു പാട്ട് തുടങ്ങാൻ പഠിക്കോ എന്നാ പാട് मछली जाय की रानी है जीवन उसका पानी है दांत डालो बेचे की दानी डालो जय കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ട് പാട്ടൊക്കെ പാടി സന്തോഷമായി. അപ്പൊ നമ്മളൊരു ഹാപ്പി ഓണായിട്ട് പറഞ്ഞോ. ഹാപ്പി ഓണം. അപ്പോൾ നോമ്പ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. എന്തുണ്ട് ഓണൊക്കെ ഉടമ്പരയായി? ഓണം ഇങ്ങനെ അടുത്ത് വരില്ലേ? ഉടമ്പരയായി, ഇങ്ങനെ അടുത്ത് വരുന്നേ. ഉടമ്പരയായി. ഓണൊക്കെ അടിപൊളിയായോ? തുടങ്ങി. എന്താ പേര്? മാലു. എടാ പച്ച ഉടുപ്പിട്ട കുട്ടിയോട് ചോദിക്കാം, എന്താ പേര്? അനുഷ. അനുഷ അവിടെ ഇരിക്കുക. ചോദിക്കട്ടെ, വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. ഈ ബാഗ് ഇങ്ങോട്ടൊക്കെ മാറ്റി പിടിച്ചേ, അത് മടിയിൽ വയ്ക്കേ, നോമ്പ് അടുത്തിരിക്കട്ടെ. അപ്പോൾ എവിടെ നിന്ന് എല്ലാവരും കൂടെ വന്നേക്കണേ? അന്തിക്കാട് അല്ലേ? അപ്പോൾ ഈ ഓണത്തിൻ്റെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ് ഈ പ്രാവശ്യം? പായസമൊക്കെ വെച്ച് 2 തരം ഉണ്ടായിരിക്കാം. ആരാണ് വെച്ച് തരണേ? അപ്പുറത്തിരിക്കുന്ന ആളാണോ? ആള് പോയി. ആളത് കേട്ടപ്പോൾ തന്നെ ആൾ ഓടിപ്പോയി. അടുക്കള കയറുമോ? ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ, കുറച്ചാൾ പുറത്താണ്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഓണം എന്തായാലും ആഘോഷിക്കുന്ന ഉറപ്പാണ് പുറത്തായ സ്ഥിതിക്ക്. ഈ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രാവശ്യം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കണം? എവിടെയൊക്കെ പോലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പോകാനല്ല, വീട്ടിൽ തന്നെയാണ് എല്ലാ പരിപാടിയും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഓണം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ആണ്. നമസ്കാരമുണ്ട്. നമസ്കാരം. മലയാളമല്ല, എന്നോ മലയാളം അറിയേൻ. പിന്നെ തമിഴാ? തമിഴ് എനിക്കും തമിഴ് അറിയില്ല, എനിക്ക് മലയാളം അറിയില്ല. കൊഞ്ചം ചൊന്തം തമിഴ്. ഉങ്ക പേര്? പേര് അറിവഴകൻ. चारुमती കണിമൊഴി हेमनी प्रणव ഇന്ദ്ര ജയകുമാർ. ഉങ്ക ഊര് എവിടെ? ഊര് മണ്ണാർക്കുടി. മണ്ണാർക്കുടി. എവിടെ ഡിസ്ട്രിക്ട്? തഞ്ചാവൂർ ഡിസ്ട്രിക്ട്. തഞ്ചാവൂരാ? ഇങ്ക കേരളാവില് തൃശ്ശൂർ എപ്പടി இருக்கு? நல்லா இருக்கு, பார்க் நல்லா இருக்கு, பெரிய பார்க்கா இருக்கு. கோயிலுக்கு போறோம் அடுத்தது. ഏത് കോവിലൊക്കെ പോയി? வடக்குநாதர் கோவில். വടക്കുന്നാഥ്, പാറമേക്കാവ്, തിരുവമ്പാടി, ഗുരുവായൂർ പാത്താച്ചാ? குருவாயூர் முன்னாடி வந்தப்போ பார்த்தோம், இப்போ பார்க்கல, இனிமேல் தான் போகணும். എന്ന് കിളമ്പി പോകും? തിരികെ പോടും. என்ன கிளம்புன்னு கேட்குறீங்களா? തിരികെ പോയിടും. திரும்ப நைட்டு போயிடுவோம். നൈറ്റ് പോടും. அப்போ ஒரு நாளா? ஒரு நாள் விசிட் அவ்வளோதான். ஓ, என்ன பண்றதுக்கு வர்க்? ஐடியில் இருக்கோம், ஒர்க் பண்ணுறோம். ஐடியில் இருக்கு. தமிழ் எல்லாம் சரிமா? தமிழ் நான் பேசுற தமிழ் കറക്റ്റാ? நல்லா കറക്റ്റാ பேசுறீங்க. കറക്റ്റാണ്. എൻ്റെ പൊന്നെ, കറക്റ്റാണ്. നമ്മളങ്ങനെ ഒപ്പിച്ചു വിടുകയാണ്. പേര്? விஜயகுமார். என்ன பண்றதுக்கு? டீச்சராக இருக்கேன். டீச்சரா இருக்கா? ஆமா. ஆமா, டீச்சரா இருக்கு. അവിടെ തമിഴ്നാട്ടിലാ? தமிழ்நாட்டில். കോളേജിലാ? സ്കൂളിലാ? மிடில் ஸ்கூல். ஆமா. உங்க? இந்திரா, திருவாரூர் டிஸ்ட்ரிக்ட். வர்க்? டீச்சர். ஓ, உங்க ரெண்டு பேரும் டீச்சரா? ஓ, ரொம்ப அழகா இருக்கு. யாரு நல்ல ஒரு பாட்டு இங்க பாடா? विघ्नेशा तव चरणं सिद्धि विनायक तव चरणं विघ्नेशा तव चरणं सिद्धि विनायक तव चरणं लंबोदरने अम्बासुदने कविजननुतने तव चरणं लंबोदरने अम्बासुदने कविजननुतने तव चरणं विघ्नेशा तव चरणं सिद्धि विनायक तव चरणं. എല്ലാരും എന്താണോ എന്നെ തമിഴ് പറയണാവോ? ഇനെന്താ എന്നെ പേசுற ഇങ്ങനെ പേசுற എന്ത് പറയും? എന്നെ சொல்லும் எதுக்கு ഇങ്ങനെ അടിക്കില്ലേ? ഇപ്പൊ ഇനി എന്നെ சொல்லும் കൈതട്ട്. അപ്പോ എല്ലാവരും ഹാപ്പി ഓണം சொல்லு. നമസ്കാരം. എന്താ പേര്? അനുഗ്രഹ. എവിടെ നിന്ന് പറഞ്ഞേ? പനമുക്ക്. പേര്? അക്ഷര. എന്താ ചെയ്യണേ? ഇലക്ട്രോണിക്സ് പഠിക്കും. രണ്ടുപേരും ആണോ? അല്ലല്ല, ഞാൻ സൈക്കോളജി. നോമിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? മാവേലിയെന്ന് തോന്നുന്നു. അയ്യോ, സൈക്കോളജി. അതല്ലാതെ ഈ ഒരു വേഷത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. മാറ്റങ്ങളൊക്കെ ഉണ്ടോ? മാറ്റങ്ങള് അങ്ങനെയൊന്നും ചോദിച്ചാ ഒന്ന് നോക്കിക്കോ, സൂക്ഷിച്ച്. കണ്ണാട വെച്ചിട്ടുണ്ട്. ജനറേഷൻ മാവേലി. അപ്പൊ കുട്ടി പഠിക്കുന്നത് കറക്റ്റ് ആണ്. അപ്പൊ ഓണത്തിന് ഒരുക്കം അവിടെ വരെയായി? ഓണത്തിന് ഒരുക്കം തുടങ്ങണല്ലോ, വരണല്ലോ ഓണം. അപ്പൊ ഓണക്കോട്ടിയൊക്കെ വാങ്ങിയോ? ഓണക്കോടി വാങ്ങി.
എന്തൊക്കെയാണ് ഓണത്തിന്റെ പരിപാടി? പരിപാടി എന്നല്ല പ്രത്യേകിച്ച്. വീട്ടിലായിരിക്കുന്നുണ്ട്? അച്ഛനമ്മ ചേട്ടൻ. അവരൊക്കെ എങ്ങനെയാ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? അപ്പൊന്നുമില്ല. വല്ല പാചകം ചെയ്യാൻ അറിയോ? ചെറുതായിട്ടും. പാചകം മാത്രമേ ഉള്ളോ? അല്ല. എന്ത് പാചകം ചെയ്യാൻ അറിയാം? പപ്പടം കാച്ചാൻ അറിയായിരിക്കും. ചിരിക്കണു, കുട്ടി ചിരിക്കണു. എന്തൊക്കെ അറിയാം പാചകം? എനിക്ക് പപ്പടം കാച്ചാൻ അറിയാം. അറിയാം. ഇഞ്ചമ്പുളി, ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഇഞ്ചമ്പുളി. പിന്നെ മോര് കൂട്ടാൻ. കുട്ടി കുറച്ച് ലെവലാണ്. പിന്നെ ഇത്രയൊക്കെ ഇത്ര മതി, ജീവിച്ചു പോവാ. അവിടെയോ? ഒരുവിധം ദോശ. അവിടെ എന്തറിയാം? സാമ്പാർ. അങ്ങനെ ചെറുതായിട്ട് സാമ്പാർ വെച്ചാൽ അത് സാമ്പാറാവോ അതെയോ രസാവോ? എന്തായാലും അവിടെ പച്ചക്കറി അറിയാനറിയോ? അതിനെങ്കിലും കൂടിക്കൊള്ളണം അടുക്കളയില് കേട്ടോ. അപ്പൊ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. നമ്മള് വന്നിരിക്കണ എവിടെ നിന്നറിയോ? ഫൺ വിത്ത് മാവേലി TCVയുടെ ഓണ പ്രോഗ്രാമിൻ്റെ ഈ ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഇപ്പോൾ ഫേവറേറ്റ് ആയിരിക്കുകയാണ് ഈ ഫൺ വിത്ത് മാവേലി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞു പറഞ്ഞത്? ഓണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞോ. ഓണത്തിന് പ്രത്യേകിച്ച് ഞങ്ങൾ ഫാമിലീസ് എല്ലാവരും കൂടി കൂടും. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക, കുറച്ചാൾ എന്താ പറയുക ഒരു ഹാപ്പി ഒക്കെ ആയിട്ട് ഇരുന്ന് പിരിയുക. അതാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഓണത്തിൻ്റെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ. പേര്? അനിത. ജാൻവി ലക്ഷ്മി. ആളുടെയോ? ജാനകി ദുർഗ. അപ്പോൾ രണ്ടുപേര് ജോലി വല്ലതും ഉണ്ടോ? ഞാൻ വീടുകളും അമ്പലങ്ങളൊക്കെ കുറ്റിയടിക്കുക, അത് മൊത്തം പണിത് കൊടുക്കുക, അങ്ങനെയുള്ള ലക്ഷണശാസ്ത്രമാണ്. അങ്ങനെയാണെന്നും പറയാം. ഹൗസ് വൈഫാണ്, ടീച്ചറായിരുന്നു. അപ്പോൾ അധ്യാപികയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഹാപ്പി ഓണം അവിടെ പറഞ്ഞോ. ഹാപ്പി ഓണം എല്ലാ ആളുകൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ജീവിതത്തിൽ നല്ല മാത്രം സംഭവിക്കട്ടെ. താങ്ക് യു. ഹാപ്പി ഓണം. ഇങ്ങനെ ഓടി തളർന്നിരിക്കുകയാണ്. അതാ ഇവിടെ ഇച്ചിരി ഇരിക്കാമെന്ന് വിചാരിച്ചു. അറിയണോ കുപ്പി? എന്നാ പിടിച്ചോ. നമസ്കാരമുണ്ട്. നമസ്കാരം. എവിടെ നിന്ന് പറഞ്ഞേ? ഇവിടെ അടുത്ത് തന്നെയാ, തൃശ്ശൂർ തന്നെ. ആരാണ്? എന്താ പറഞ്ഞല്ലോ? അവനെ എടുത്തിട്ടില്ല. വിളിക്കുക അങ്ങോട്ട്. മാവേലിയുടെ ഒപ്പം ഫോട്ടോ എടുത്തില്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കണം അല്ലേ? ഇങ്ങോട്ട് വിളിച്ചോ. അപ്പോൾ പറയൂ, ഓണവിശേഷം എങ്ങനെയുണ്ട്? ഓണത്തിൻ്റെ ഓണം ആയി തുടങ്ങി. കായ വറുത്തതും ചക്കരപ്പേരിയൊക്കെ ആയി ഒടുങ്ങി. ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ ആ ഒരു ഓർമ്മകൾ എങ്ങനെയായിരുന്നു? എന്തൊക്കെയായിരുന്നു പരിപാടി കഴിഞ്ഞ വർഷം? കഴിഞ്ഞ വർഷത്തെ ഓണം എന്ന് പറയുന്നത് ഞങ്ങൾ ശരിക്കും പറപ്പൂക്കരക്കാരാണ്. അപ്പോൾ ഓണമായാലും അവിടെ പോവും, തറവാട്ടിലെല്ലാവരും കൂടി കൂടും. തിരുവാതിര കളി ഞങ്ങൾ മരുമക്കളുടെ വക തിരുവാതിര കളി ഉണ്ടാവും, കുട്ടികളുടെ വക ഉണ്ടാവും. അങ്ങനെ ഒരു ഭംഗിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൂടി. തിരുവാതിര കളി ഉണ്ടോ? ഞങ്ങളവിടെ തിരുവാതിരകളിയുടെ 2 വരി എന്നിട്ട് കേൾക്കാം. അയ്യോ, തുടക്കം എന്താ? അല്ല, ഏത് പാട്ടാ പാടാറ്? അതെ, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിള്ളേരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ കളിക്കും. നമ്മൾ കളിക്കും. ഓണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂടിച്ചേരലാണ്, എല്ലാവരും കൂടെ കൂടിയിട്ടില്ലേ? അപ്പോൾ ആ സദ്യ വട്ടങ്ങൾ ഒരുക്കണത് എങ്ങനെയൊക്കെയാ? സദ്യവട്ടം ഞങ്ങൾ മരുമക്കളെല്ലാവരും കൂടി സാമ്പാറും പായസവും അവിയലും കാളനും കൂട്ടുകറിയും ഒക്കെ ഉണ്ടാക്കും. എന്നിട്ട് എല്ലാവരും നിലത്തിരുന്ന്, അന്നാണ് ആകെ നിലത്തിരുന്ന് ഇലയിൽ ഭക്ഷണം കഴിക്കുന്ന ദിവസം. അന്ന് എന്തായാലും എല്ലാവരും നിലത്തിരിക്കും, ഇരുന്ന് ഭക്ഷണം കഴിക്കും. പണ്ടത്തെ മാതിരി തന്നെ എല്ലാവരും നിലത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരു സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ എന്തായാലും ഈ വർഷം അങ്ങനെ സന്തോഷമാവട്ടെ. ആയിക്കോട്ടെ. മാവേലിനെ കണ്ടപ്പോൾ എന്ത് തോന്നി? പിള്ളേരെന്തായാലും പാർക്കിൽ പിള്ളേർക്ക് ഒരു രസമല്ലേ, മാവേലിനെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ പിള്ളേർക്കൊരു അത്ഭുതമല്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരക്കുട്ടിയാണ് ഇവിടെ കളിക്കാനുണ്ടായിരുന്നു കൂടെ. ഫൺ വിത്ത് മാവേലിയുടെ ഒപ്പമാണ് ഇപ്പൊ നമ്മൾ ചെലവഴിച്ചത്. TCVയുടെ ഫൺ വിത്ത് മാവേലി കേട്ടോ. അപ്പൊ ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ നോമ അങ്ങനെ എത്തിയിരിക്കണോ? ഒന്നങ്ങനെ നീയിരിക്കണേ, നടുക്കങ്ങ് ഇരിക്കാൻ, എന്നിട്ട് വർത്താനം അങ്ങോട്ട് പറയാലോ. അപ്പൊ എവിടെന്നാ വന്നിരിക്കണേ? അട്ടപ്പാടി. അട്ടപ്പാടി നിന്നാണ് വന്നിരിക്കണേ. അപ്പൊ ഈ തൃശ്ശൂർ എന്താ പരിപാടി? കോളേജ്. പേര്? സാറ, മുഹ്സിന, നേഹ, ബുർഹാനത്ത്. എല്ലാരും അട്ടപ്പാടിയിലാണോ? അല്ലല്ല, ഞാൻ കോഴിക്കോടാണ്. ഞങ്ങൾ കോഴിക്കോടാണ്. പൊന്നാനിയിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തൃശ്ശൂർ വന്നപ്പോൾ ഉള്ള ഒരു സംഭവമൊക്കെ എങ്ങനെയാ? ഞാൻ 2 ദിവസമായിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ട്. 2 ദിവസമായിട്ട് എന്നാ നോമ വന്നതാ? അത്തത്തിൻ്റെ എന്നാ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരും സെയിം പിച്ചാ അല്ലയോ? നോം 10 ദിവസം ഉണ്ടാവുള്ളൂ. നിങ്ങൾ എത്ര ദിവസം ഉണ്ടാവും? ഞങ്ങളൊരു 2 കൊല്ലം ഉണ്ടാവും. എന്തൊരു ഭാഗ്യം നോക്കിയേ, ഉണ്ടോ? 2 വർഷം ഇവിടെ ഉണ്ട്. നോമ അടുത്ത വർഷം വരുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ വന്നത് എന്തിനാണ്?
അമ്പലത്തിൽ പോകാൻ വന്ന വടക്ക് 2 വർഷം അമ്പലത്തിൽ പോകാൻ വന്ന അല്ല ഐശ്വര്യമായിട്ട് തുടങ്ങാന്ന് വെച്ചിട്ട് വന്നത്. അത് എന്തിനാണ് വന്നത് എന്നാണ് ചോദിച്ചത്. പ്രാർത്ഥിക്കാൻ അല്ല. ആ കോഴിക്കോട് PG ആണ് കേരള. അങ്ങനെ അപ്പൊ ഭംഗിയായി തീരട്ടെ. PG ക്ക് തന്നെയാണ് വന്നത്, കേരളവർമ്മ കോളേജിൽ. പൊന്നാനിയില് നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ അല്ലേ? കോഴിക്കോട് എന്താ ഹലുവയോ എന്താണ് എല്ലാം ഉണ്ട് കോഴിക്കോട്. ഓമന്ത് പോന്നാലോ? പോരൂ. അല്ല പിന്നെ അവിടെ അട്ടപ്പാടിയില് എന്തോ ഒരു മൈൻഡിലാണ്ടിരിക്കണേ. ഓമനെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. വർത്താനം പറഞ്ഞേ, എന്തിനാ വന്നേ ഇവിടെ? പഠിക്കാനാ വന്നേക്കണേ? പഠിക്കോ? പഠിക്കണം. അതെ, പഠിക്കും. ഞാനും പഠിക്കാനാ വന്നത്. തൃശ്ശൂർ എങ്ങനെയുണ്ട്? തൃശ്ശൂര് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്ത അത്തത്തിൻ്റെ ഒരു കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളെ. 2 വർഷം ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ ഇതിൽ ആരാ നന്നായിട്ട് പാട്ട് പാടാൻ അറിയണത്? വേണ്ട, ഇത്തിരി പാട്ടൊക്കെ പാടാൻ അറിയണാരുള്ളേ? പാടണേ പാടാം. ആയിക്കോട്ടെ, പാടണേലല്ല, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പാടാം. ഏതാ പാട്ട് പാടണേ? ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് നീരിക്കാം, ഒരുമിച്ച് അങ്ങോട്ട് പാടാം. മാവേലി പറയാം, പാട്ട് പാടും. അല്ല, ആ പാട്ടല്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പറഞ്ഞോളൂ. ആ കോഴിക്കോട് ഭാഷ എടുത്താ ഇഷ്ടം പറഞ്ഞോളീൻ, എന്തായാലും കുഴപ്പമില്ല. ഏത് പാട്ട് പറഞ്ഞാലും പാടും, കുഴപ്പമില്ല. അങ്ങനെയാണോ? എന്നാ മുക്കാബില്ല. അല്ല, മാവേലിയുടെ കളി ഓണം വെച്ച് പാട്ട് പാടാം. അങ്ങനെയാണെങ്കില് ഉത്രാടപ്പൂ നിലവേ വാ അങ്ങോട്ട് തുടങ്ങാം. താങ്ങോ എനിക്കറിയില്ല. താങ്ങോന്ന് അറിയില്ലാന്ന്. താങ്ങണ പാട്ടാണ് പാടട്ടെ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കിളി മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പോരെ? സൂപ്പറായിരിക്കണോ? ഗംഭീരായിരിക്കണോ? ഇനി അതിലെ ഒരു പാട്ട്. അങ്ങനെ പറയരുത്. നോമിപ്പൊ അനുഗ്രഹിച്ചിരിക്കണോ? ഈ നിമിഷം മുതല് നല്ലൊരു പാട്ടുകാരിയാണ്. 2 പേരെയാണ്. പാടിക്കോ ഏതെങ്കിലും. എനിക്ക് സഭാകമ്പമാണ്. സഭാകമ്പാണ്. നമുക്കത് എവിടെയെങ്കിലും മാറ്റാം. ഇവിടെയോ? മുൻപേ വാ എന്നൻപേ വാ പൂപ്പൂവായി പൂപ്പൂവായി മുൻപേ വാ അൻപേ വാ പൂപ്പൂവായി പൂപ്പൂവായി നാനായി കേട്ടേനെന്നിനാനീ നീയായി കേട്ടേനെന്നിനാനീ. സൂപ്പറായിരിക്കണോ? ഗംഭീരായിരിക്കണോ? ആരും പറയും പാടാൻ അറിയില്ല എന്ന്, പക്ഷെ പാടാ പാട്ടോ. അപ്പൊ നമ്മളെ TCVയുടെ ഫൺ വിത്ത് മാവേലിയുടെ ഒപ്പാണ് ഇപ്പൊ നമ്മള് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അങ്ങടെ പാലക്കാട് നില അട്ടപ്പാടിക്കാരുണ്ട്, അങ്ങനെ പൊന്നാനിക്കാരുണ്ട്, കോഴിക്കോടുകാരുണ്ട്, അട്ടപ്പാടിക്കാരിയൊക്കെ ഉണ്ട്. എല്ലാവരും കൂടുന്നതാണ് കേരളത്തിന്റെ പൊതുവായ ഓണ ആഘോഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഹാപ്പി ഓണം കൊടുക്കല്ലേ നമുക്ക്? അപ്പോൾ തുടങ്ങാം നമുക്ക്. ഹാപ്പി ഓണം. അങ്ങോട്ട് പോരാ, എനർജി ഇല്ല, അല്ല ഊർജ ഇല്ല. അങ്ങോട്ട് ഒന്നുകൂടെ കൊടുക്കാം.